പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. നമുക്കിന്ന് നമ്മുടെ ഈ കാലഘട്ടമായിട്ട് ബന്ധപ്പെടുത്തി വിശുദ്ധ ലൂക്കാസിലെ സുവിശേഷം 10-ാം അധ്യായം 40 തൊട്ട് 42 വരെയുള്ള തിരുവചനങ്ങൾ ധ്യാനിക്കാവേ. മർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുടിയെ വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത മർത്ത, നീ പലതിനെക്കുറിച്ച് ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. അപ്പം ഈ ഒരു വചനം ഞാൻ ഇങ്ങനെ എന്നെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പം ഈ ഒരു കാലഘട്ടമായിട്ട് ചിന്തിക്കുകയാണേ. ശരിക്കും ഈശോയ്ക്ക് വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവർ പോലും ഈശോയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കാനായിട്ട് സമയം കണ്ടെത്തുന്നുണ്ടോ? ഈശോയെ ആശ്വസിപ്പിക്കാനായിട്ടും ഈശോയെ കേൾക്കാനായിട്ടും ചെവി കൊടുക്കുന്നുണ്ടോ? ഇങ്ങനെ ഇൻസിനോജേസോ എന്ന് പറഞ്ഞൊരു ഒരു ബുക്കുണ്ട്. ആ ബുക്കിനകത്ത് ഒരു വൈദികനോട് ഈശോ സംസാരിക്കുന്നത്. അപ്പം അതിനകത്ത് ഈശോ സങ്കടത്തോടെ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ആരാധനാലയങ്ങളിലൊക്കെ ഞാൻ ഇന്ന് തനിച്ചാണ്. എന്നെ ആശ്വസിപ്പിക്കാനോ എന്നോട് സംസാരിക്കാനോ എൻ്റെ കൂടെ സമയം ചെലവഴിക്കാനോ ആരുമില്ലാന്ന്. ശരിക്കും ഈശോയുടെ മക്കളായ നമ്മൾ ഓരോരുത്തരും ഈശോയുടെ കൂടെ ഇരിക്കാനായിട്ട്, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഈശോയെ സ്നേഹിക്കാനായിട്ട്, സെൽഫ്ലെസ് ആയിട്ട് ഈശോയുടെ കൂടെ ആയിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണേ. ശരിക്കും വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഈശോ ഇങ്ങനെ വേദനയോടുകൂടി ഇങ്ങനെ പറയുന്നൊരു കാര്യമുണ്ട്, നിനക്ക് എന്നോടുണ്ടായിരുന്ന ആദ്യ സ്നേഹം നീ കൈവെടിഞ്ഞെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ ആദ്യം ഈശോയെ അറിഞ്ഞ സമയത്ത്, ഈശോയുടെ സ്നേഹം അനുഭവിച്ച സമയത്ത് ഈശോയെ സ്നേഹിച്ചതുപോലെ ഇപ്പോഴും നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? വൈദികരും സന്യസ്തരും പോലും നമുക്ക് ഒരുപാട് ശുശ്രൂഷകളൊക്കെ ഈശോ ഏൽപ്പിച്ചിട്ടുണ്ടെന്നേ. ശരിയാ, ഈശോ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ ശുശ്രൂഷകൾക്കിടയിൽ പോലും ഈശോയെ സ്നേഹിക്കാൻ, ഈശോയ്ക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടോ? ഈശോയുടെ കൂടെ ആയിരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അതിനുള്ളൊരു കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഈശോയോട് പറയാം, ഈശോയെ എപ്പോഴൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ടോ അതിനൊക്കെ ഞാൻ മാപ്പപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോയുടെ അടുത്ത് നിന്ന് ഈശോയെ ആശ്വസിപ്പിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാവേ. നമ്മളെല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ.